അപ്പൊ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹറാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇന്റർവ്യൂവിലുള്ള കാര്യങ്ങളാണ്. അവർ തന്നെ ഇപ്പോൾ വന്ന് എൻ്റെ പ്രൊഫൈലിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മെയിനായിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇന്റർവ്യൂ ചെയ്ത മെയിനായിട്ട് ഡീഗ്രേഡിങ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കൺഫ്യൂസ് ചെയ്ത് മാപ്പ് പറയുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല, എന്ന് പറഞ്ഞാൽ അവര് പുണ്യാളന്മാരും അല്ല. മനസ്സിലായില്ലേ? നമസ്കാരം. ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം പറയേണ്ട കാര്യം എന്താ അറിയോ? ഒരു സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, അത് കണ്ടിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അത് വിശ്വസിച്ചിട്ട് വേറെ കുറേ ആൾക്കാരെ പോയി തെറി പറയുന്നു. കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഇവരൊക്കെ അത് മാറ്റി പറയുന്നു. അപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ആദ്യം തെറി പറഞ്ഞവരൊക്കെ വീണ്ടും തിരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ. ഞാൻ ഈ റോബിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയ സമയത്ത് റോബിൻ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. റോബിൻ സീക്രട്ട് ഏജൻറ്റിനെ സായിനെ അടുത്ത് നിർത്തിയിട്ട് റോബിൻ പറഞ്ഞ ഡയലോഗാണ്, മോസ്റ്റ് ജെന്വിൻ യൂട്യൂബർ. അതായത് സായി ഇതിന് മുന്നേ റോബിനെ അത്രയധികം മോശമായിട്ട് ബിഗ് ബോസിൽ റോബിനെതിരെ, ബിഗ് ബോസ് റിവ്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ, പേഴ്സണൽ അല്ല പറയുന്നത്, ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് റോബിൻ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള സംഭവം എല്ലാ സംഗതികളും വെച്ചിട്ട് റോബിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ആ ഒരു സമയമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്നത് സീക്രട്ട് ഏജൻറ്റ് ഏറ്റവും കൂടുതൽ റോബിനെ വിമർശിക്കുന്നതാണ്. ആ വിമർശിച്ചിരുന്ന വ്യക്തിനെ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് റോബിൻ പറഞ്ഞ വേർഡ്സാണ് ദ മോസ്റ്റ് ജെന്വിൻ യൂട്യൂബർ. ഓക്കെ, ഇത് പറഞ്ഞത് റോബിൻ തന്നെയാണ്, ഞാൻ ഡയറക്റ്റായിട്ട് കേട്ട കാര്യം. ഓക്കെ, പിന്നെ ഇന്നലെ മുതൽ റോബിൻ്റെ പല ഇൻ്റർവ്യൂസും വരുന്നുണ്ട്. അതിൻ്റെ മുന്നേ റോബിൻ്റെ ഇൻസ്റ്റാ പേജിലൂടെ ആരവിൻ്റെ സ്റ്റോറി, പിന്നെ അതുപോലെ സായി പറഞ്ഞിട്ടുള്ള കാര്യം, സീക്രട്ട് ഏജൻറ്റ് സായി പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഷാരു പേയാട്, ഇവർ 3 പേരും വന്ന് കൺഫെസ് ചെയ്യുന്നത്, ഇവർ 3 പേരും വന്നിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു കേട്ടോ. പക്ഷേ ഇവിടെ റോബിൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഇവർ 3 പേരും വന്ന് റോബിനോട് കൺഫെസ് ചെയ്തു. അതായത് അവരുടെ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ കുറ്റം സമ്മതിച്ചു, അവർ ചെയ്തിട്ടുള്ള തെറ്റ് സമ്മതിച്ച് നിരുപാധികം മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റി എവിടെ പോയി എന്നുള്ളത് ചിന്തിക്കുന്നു. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ പണ്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ നുണയാണ്, അതൊക്കെ എല്ലാ ആൾക്കാരും ഫാബ്രിക്കേറ്റ് ചെയ്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. കുറച്ച് ദിവസം മുന്നേ റോബിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, എനിക്ക് ആരെയായിട്ടും കോൺടാക്റ്റ് ഇല്ല, ഞാൻ ഇവരായിട്ടൊന്നും കോൺടാക്റ്റ് ഇല്ല, അതൊക്കെ ഞാൻ ഇതിലൊന്നും വിട്ടു നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടൊരു റോബിനൊരു സ്റ്റോറി ഇട്ടിരുന്നു. അതിനുശേഷം ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് റോബിൻ ഒരു വീഡിയോ, റോബിൻ്റെ പേജിലൂടെ ഒരു വീഡിയോ, അഡ്വക്കേറ്റിൻ്റെ വീഡിയോ ഒരു കൊളാബ് ചെയ്തിട്ട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, റെക്കോർഡിംഗ് കോൾസ് വിതൗട്ട് ദ പെർമിഷൻ ഓഫ് അതർ പാർട്ടീസ് പണിഷ്മെൻ്റ് ആണെന്നുള്ള, അതൊരു ക്രൈമാണ്. ശരി തന്നെയാണ്, ഒരിക്കലും ഒരാളുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് കോൺവെർസേഷൻ, അനുവാദമില്ല. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ചെറിയ ആ മറ്റ് പാർട്ടീനെ നോട്ടിഫൈ ചെയ്യുന്ന ഒരു ബീപ്പ് സൗണ്ട് അല്ലെങ്കിൽ ചെറിയ സംഗതി ഇല്ലാതെ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരുന്നത്, ഒരു റെക്കോർഡിംഗ് അവിടെ നടക്കുന്നില്ല. പക്ഷെ അത് പബ്ലിക് ആക്കുന്നതിന് നമ്മളും ഒരിക്കലും യോജിക്കുന്നില്ല. പ്രൈവറ്റ് കോൺവെർസേഷൻസ്, ഫോൺ കോൺവെർസേഷൻസ് ആർ ഓൾവേസ് പ്രൈവറ്റ്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ സായി ആണെങ്കിലും സീക്രട്ട് ഏജൻറ്റ് വന്ന് പറഞ്ഞു കേട്ടു, ഒരിക്കലും റെക്കോർഡ് ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇതേ സീക്രട്ട് ഏജൻറ്റ് തന്നെയാണ് പേഴ്സണലി ഉണ്ണി മുകുന്ദൻ അയാളെ വിശ്വസിച്ചിട്ട് തെറിയെങ്കിൽ തെറി എന്താണെന്നുണ്ടെങ്കിലും തെറിയിലൂടെ അയാളുടെ ആ റിയാക്ഷൻ പ്രകടിപ്പിച്ചു, അയാളുടെ ആ ഒരു ഫ്രസ്ട്രേഷനും ആങ്കറും പ്രകടിപ്പിച്ചതാണ്. ഒരു പ്രൈവറ്റ് ഫോൺ കോൺവെർസേഷനാണ്, ഒരു മീഡിയയിൽ വന്നിരുന്നിട്ടോ പബ്ലിക് പ്ലേസസിലൊന്നുമല്ല. സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ച് പേഴ്സണലിയാണ് വിളിച്ച് സംസാരിച്ച സമയത്ത് ആ കോള് പോലും ഈ നോട്ട് ഈവൻ റെക്കോർഡിങ്, അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തൊരു വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ ഇതിന് മുന്നേ ആൾക്കാർ ചെയ്യാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല കോൾ റെക്കോർഡിങ്സും പിന്നെ ചെറിയ പ്രൈവറ്റ് കോൺവെർസേഷൻസ് അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കേസ് ഞാനാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഡയലോഗാണ്, ആരും അത്ര ഇവരൊക്കെ പറഞ്ഞ ഡയലോഗ്. ഇപ്പോൾ റോബിൻ പറഞ്ഞ ഈ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞാൽ, ഞാനും അത്ര നല്ല ആളല്ല. അതായത് ഞാനും അത്ര ഓരോരുത്തരും, ഇപ്പോൾ ഇന്നലെ ഞാനൊരു ട്രോള് കണ്ടു, ആ ട്രോളിൽ പറയുന്നുണ്ട്, ഷാലു പേട് പറയുന്നു ഞാൻ അത്ര നല്ല പുള്ളിയല്ല, പിന്നെ വിവി പറയുന്നത് ഞാനും അത്ര നല്ല ആളല്ല, റോബിൻ പറയുന്നത് ഞാനും അത്ര നല്ല ആളല്ല, ആരവും പറയുന്നത് ഞാനും തീരെ നല്ല ആളല്ല, പിന്നെ ലാസ്റ്റ് ഏറ്റവും രസം സീക്രട്ടറി പറയുന്നത് ഞങ്ങൾ വളരെ മോശപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്, അവർ മോശപ്പെട്ട ആൾക്കാരാണെന്നല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല,
എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാമല്ലോ അല്ലേ. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ ഞാൻ ഇത്ര നല്ല ആളല്ല എന്നുള്ളത് പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ എന്തിനും എന്നെ വിശ്വസിച്ച് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ചവൻ തന്നെ ഏകദേശം ഒരു മണ്ടനായി മാറുന്ന സിറ്റുവേഷൻ അല്ലേ. പക്ഷെ ഇവിടെ ഒരു വളരെ വാലിഡ് പോയിൻ്റാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇയാൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികളും അനുഭവിച്ചിട്ടുള്ള ഡീഗ്രേഡിങ്, പല ആൾക്കാരും ഉള്ളിൽ കളിച്ചത് കൊണ്ട് ഇയാൾ അനുഭവിച്ചിട്ടുള്ള ഡീഗ്രേഡിങ് എത്രത്തോളമാണ്. അയാൾക്കുള്ള പ്രൊഫഷണൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു ഡോക്ടറാണ്, ഡോക്ടർക്ക് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷനിൽ പോലും അയാൾക്കത് ചെയ്യാൻ പറ്റാത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അനുഭവിച്ചിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണെന്ന് പറയുന്ന ഇത് പറഞ്ഞിട്ടാണ് റോബിൻ വരുന്നത്. പെട്ടെന്ന് ആലോചിച്ചൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നുണയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയാണെന്ന് പറയുന്നത്. ഈ രാവണയുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു ഒരു മൂവിയുടെ കേസ് പറഞ്ഞില്ലേ, ആ മൂവിയുടെ കേസിൽ ഷാലു പേയാട് വന്നിരുന്നിട്ട് പറഞ്ഞത് എന്താ, രാവണയുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമില്ലേ, അത് ഫോട്ടോഷോപ്പ് ചെയ്ത് വെറും ഒരു പോസ്റ്റർ മാത്രമാണ്, അത് ബ്ലഡല്ല, അത് കംപ്ലീറ്റ് ഫോട്ടോഷോപ്പാണ്, നോട്ട് ഈവൻ ഒരു മേക്കപ്പ് പോലും ചെയ്യാത്ത ഒരു സിറ്റുവേഷനാണ്. ആ 2 വാച്ചൊക്കെ കെട്ടി വന്നിട്ടുള്ള സംഭവമാണെന്നാണ് ഷാലു പേയാട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലും ഷാലു പേയാട് അത്രയും വലിയൊരു കള്ളത്തരാണോ ഷാലു പേയാട് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അതിൻ്റെ പേരിൽ സീരിയസ്ലി റോബിൻ ഈ ഒരു മൂവിനെ കുറിച്ച് അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ വരെ ആ ഒരു മൂവിയുടെ പോസ്റ്റർ റിയാക്ട് ചെയ്തതാണ്. പോസ്റ്റർ കേട്ടോ റിയാക്ട് ചെയ്താൽ നമ്മൾ വിശ്വസിച്ചാണ്, പേഴ്സണലി തന്നെ കോൺഗ്രാജുലേഷൻ മെസ്സേജ് അയച്ചതാണ്. ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഇതുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ട് വി വർ ലുക്കിംഗ് ഫോർവേഡ്. കാരണം വെച്ചാൽ അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മൾ നോക്കിക്കണ്ടൊരു സംഭവമാണത്. അതുപോലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഷാലു പേയാട് വളരെ തിരിച്ചു പറഞ്ഞ സംഭവമാണ്. അപ്പോൾ അന്ന് പറഞ്ഞാൽ അതും നുണയാണോ? ശരിക്കും രാവണയുദ്ധം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടോ? ആ ഷാലു പേയാട് പറഞ്ഞ നുണയെന്നാണ് ഇപ്പോൾ റോബിൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. റോബിനായിരുന്നു ശരി, ഷാലു പേയാട് പറഞ്ഞത് കള്ളമാണ്, നുണയാണ്. അതായത് രാവണയുദ്ധം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു സംഭവമാണ് കാറിൻ്റെ EMI. പേഴ്സണൽ കാര്യമല്ല, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന സംഭവമാണ്. ഇതൊക്കെ ഇവരൊക്കെ ഉന്നയിച്ചിട്ടുള്ള സംഭവം. അപ്പോൾ അത് കംപ്ലീറ്റ് നുണയായി മാറി. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ആൾക്കാർ വന്നിരുന്നിട്ട് ഓരോ സത്യങ്ങൾ എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നു. അതിൻ്റെ പുറകെ കുറേ ആൾക്കാർ പോകുന്നു. നെക്സ്റ്റ് അത് അടുത്ത സിറ്റുവേഷൻ വരുന്നു. നമുക്ക് എന്താ സംഭവം, ഇത് ആരാണ് ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങളുടെ ഇത് ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ആരാണ് ഇതിൻ്റെ പുറകിൽ യഥാർത്ഥത്തിൽ കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ഇത് പറയാനുള്ളത്, ആരവിൻ്റെ ഒരു സ്റ്റോറി കണ്ട് കുറച്ച് ദിവസമായിട്ട് വിവിക്കെതിരായിട്ടുള്ള ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അതിൽ ഈ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ സീക്രട്ട് ഏജൻറ്റും ഷാലു പേയാട് ഇവരെല്ലാവരും കൂടി ആണ്. കാരണം വിവിനെ കംപ്ലീറ്റ് ആയിട്ട് വിവിയാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തു എന്നുള്ളൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും പോർട്രേ ചെയ്ത് വരുന്നുണ്ട്. കോൾ റെക്കോർഡിങ് കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനുശേഷം ആരവിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. ഓക്കെ, റാബിൻ ചേട്ടൻ എപ്പോഴും ആളുകളെ പറ്റിക്കാൻ വരും. ആരവന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് റോബിനെ വെളുപ്പിച്ചുകൊണ്ട് റോബിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് വിവിയാണെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ വ്യക്തി ആരവനെയാണ് പറഞ്ഞിട്ടോ. റാബിൻ ചേട്ടൻ എപ്പോഴും ആളുകളെ പറ്റിക്കാൻ വരും, എന്നിട്ട് സ്വയം ചമ്മി നാറിപ്പോകും. എന്നെ 1.5 years കഴിഞ്ഞ് റാബിൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, റോബിൻ എന്നല്ല കേട്ടോ. റോബിൻ ചേട്ടൻ വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഭഗവാനെ അടുത്ത പണി വരുന്നെന്ന്. റോബിൻ ചേട്ടൻ സോറി പറയുന്നു, വിവിയാണെന്ന് പറയുന്നു, കരഞ്ഞു മെഴുകുന്നു. ഞാൻ കരുതി പോട്ടെ, പോയി ജീവിക്കട്ടെ എന്ന്. എന്നിട്ടും പുള്ളി തന്നെ പറയുന്നു പുള്ളി എല്ലാം ഏറ്റു പറഞ്ഞൊരു വീഡിയോ തരണമെന്ന്. ശരി, പറഞ്ഞത് റോബിൻ തന്നെയാണോ? അതാണ് മനസ്സിലാവുന്നത്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നു പുള്ളി എല്ലാം ഏറ്റു പറഞ്ഞൊരു വീഡിയോ തരാമെന്ന്. എന്നിട്ട് എന്നോടും ഒരു വീഡിയോ ആവശ്യപ്പെടുന്നു. ഞാൻ കരുതി പോട്ടെ, ഒരു വീഡിയോ ഇട്ട് കൊടുക്കാമെന്ന്. പക്ഷേ എനിക്ക് അയാളുടെ വീഡിയോ അത്യാവശ്യമായിരുന്നു. ഞാൻ ഫ്ലാറ്റിൽ കയറി തെണ്ടിത്തരം കാണിച്ചില്ലെന്ന് അയാളുടെ വായിൽ നിന്ന് തന്നെ വരണമെന്ന് എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ ആ വീഡിയോ വാങ്ങി. എന്നിട്ട് പുള്ളി ആവശ്യപ്പെട്ടു പക്ഷേ ഞാൻ പറഞ്ഞു സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളെന്ന്. പുള്ളി പക്ഷേ കിടന്ന് മോനെ വിളിച്ചു, മോനെ ആ ഷർദിലിൻ്റെ വീഡിയോ എനിക്ക് കുറേ പ്രോബ്ലം ഉണ്ടാക്കിയിരുന്നു പറഞ്ഞ് അയച്ചു കൊടുത്ത വീഡിയോ കൂടാതെ ഒരെണ്ണം കൂടെ പിന്നെയും വാങ്ങിച്ചു. ഇത് ഈ 2 ദിവസം മുന്നേ ആരോ പറഞ്ഞതിൻ്റെ ബേസിലാണ് കേട്ടോ ഒക്കെ എല്ലാവരും എടുത്തിട്ടുള്ളത്. ബട്ട് ഞാൻ ആ വീഡിയോയിലും ഒന്നും മാറ്റി പറയുന്നില്ല. അന്നും മറ്റൊരാൾ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞ് അതും സത്യമാണ്, വീഡിയോവും സത്യമാണ്. ഞാൻ കരുതി ആൾ നന്നായെന്ന്.
വീണ്ടും വീണ്ടും ചരിത്രം ആവർത്തിക്കുകയല്ലേ? എൻ്റെ പൊന്നു റോബിനെ, നിങ്ങൾ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പോലും ഞാൻ നിങ്ങളുടെ ഒരു കോളും റെക്കോർഡ് ചെയ്തിട്ടുമില്ല, എവിടെയും ഇട്ടിട്ടുമില്ല. പിന്നെ വാട്സപ്പ് വഴി വീഡിയോ അയക്കാനും ഷർദിൽ വീഡിയോ മാറ്റി പറഞ്ഞ് വീഡിയോ തരാനുമൊക്കെ തെണ്ടി പറയുന്ന ഒരു 10-12 വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഓ ശരി. ഞാൻ അതെടുത്ത് ഏതെങ്കിലും യൂട്യൂബ് ചാനലിട്ടാൽ നിങ്ങൾ വീണ്ടും തേഞ്ഞൊട്ടും. എന്തിനാടോ സ്വയം ഒരു കോമാളിയാവുന്നത്? താൻ എന്നോട് സഹകരിക്കണ്ട. ഞാൻ വിളിച്ചപ്പോഴേ ഇയാളോട് പറഞ്ഞതാ. എല്ലാം പറഞ്ഞ് നിർത്തിപ്പോയിട്ട് പിന്നെ വന്നിരുന്ന് ചാനലിൽ ഉണ്ടാക്കുന്നു. ഞാൻ വിളിച്ചപ്പോഴേ ഇയാളോട് പറഞ്ഞാണ്. റോബിനാണ് പറഞ്ഞ 2 ദിവസം മുന്നേ പോസ്റ്റ് ഇട്ട് റോബിൻ ആരായിട്ടും കോണ്ടാക്റ്റ് ഇല്ല എന്നുള്ളത് കേട്ടോ. തമ്പുരാൻ അറിയാം. നമ്മളെന്തിനാ ഇതൊക്കെ ബേജാറാവണില്ലേ? നമുക്കത് വായിച്ചു പോയാൽ പോരെ. ഞാൻ ഇതിൽ മുഴുകിപ്പോയോ? സോ ഇതെൻ്റെ ഒരു ഗെയിം. ഓക്കെ, ഒന്നുകൂടി. എല്ലാം പറഞ്ഞ് നിർത്തിപ്പോയിട്ട് പിന്നെ വന്നിരുന്ന് ചാനലിൽ ഉണ്ടാക്കുന്നു. ഇയാളുടെ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. സോ ഇതെൻ്റെ ഒരു ഗെയിം ആണെന്ന് കരുതിക്കോ. ഇതേ എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. വോയിസ് എടുത്തിടുന്ന പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകാർ ചിരിച്ചു മരിച്ചേനെ. ഞാൻ ഇന്നലെ രാത്രി ഇയാളുടെ ചാനൽ വീഡിയോയും വാട്സപ്പ് വോയിസും കേട്ടു ചിരിച്ചു മണ്ട വെച്ചു. പക്ഷെ ആ വോയിസ് എല്ലാവരും കേൾക്കേണ്ടതാ. ചിരിച്ചു മരിക്കുമെന്ന് ഒരു 100 വട്ടം അതിൽ മോനെ വിളിയുണ്ട്. പോയി ആ കൊച്ചിനെയും കെട്ടി ഹാപ്പിയായി ജീവിക്കടോ. തൻ്റെ കുറേ തേങ്ങാക്കൊല ഗെയിമും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. എനിക്ക് ഒരു ദേഷ്യമില്ലെന്നേ, ചിരിയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ആരവിൻ്റെ ഒരു സ്റ്റോറി. സോ തമ്പുരാൻ അറിയാം ഇത് ആരാണ് കളിക്കുന്നത്, ആരതിൻ്റെ പുറകുള്ളത്, നെക്സ്റ്റ് ഇത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും സീക്രട്ട് ഏജൻ്റെ ഭാഗത്തുനിന്ന് ക്ലോസിംഗ് എന്നൊരു സംഗതി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം റോബിനും ഇപ്പോൾ ഏകദേശം റോബിനാണ് ഇത് എല്ലാം കൊണ്ടും സഫർ ചെയ്ത വ്യക്തി റോബിനാണെന്നുള്ള കണ്ടീഷനാണ് റോബിൻ ഇന്നലെ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. അവിടെ റോബിനെ പിന്നെ വിറ്റു സീക്രട്ട് ഏജൻറ്റ്. അതായത് ബേസിക്കലി എന്താണെന്ന് പറയുക, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ കുറേ ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ഇതിന് മുന്നുള്ള വീഡിയോസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള കോണ്ടൻറ്റ് എടുത്തിട്ടാണ് വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ സീക്രട്ട് ഏജൻറ്റ് എന്ന ചാനലിലൂടെ വീഡിയോസ് പണ്ട് മുതലേ വന്നിരുന്നത് വെച്ചാൽ സായി അവൻ്റേതായ റൂട്ടിലൂടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് പറഞ്ഞ് ഇതൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ആധികാരികമായിട്ടാണ് ആൾക്കാർ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം സബ്ബൊക്കെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഈ ഒരു ചാനലിനെ വിശ്വസിച്ച് വരുന്നത്. സീക്രട്ട് എന്ന ചാനലിനെ എല്ലാവരും വന്ന് വിശ്വസിച്ച് വന്നിട്ടുള്ളത് ഇത് കണ്ടിട്ടാണ്. ഇത് ക്രെഡിബിൾ ഇൻഫർമേഷനാണ്, അത്രയും ജെന്യൂൻ ഇൻഫർമേഷനാണ്, മാറ്റുന്നില്ല. പക്ഷെ വന്ന് ഒരു നിലയ്ക്കും ആരെയും എവിടെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനായി. നമ്മൾ ശരിയാണ്, നമ്മളിത് കാണുന്ന ഇൻഫർമേഷൻ എന്ന് വിളിച്ച് പറയുന്നത്, അതുകൊണ്ട് എവിടുന്നും ഒന്നും കാര്യങ്ങളും തോണ്ടിക്കൊണ്ടുവരുന്നില്ല. പക്ഷേ അതുപോലെ ഇനിയിപ്പോൾ സീക്രട്ട് ഏജൻറ്റിന് കൊടുത്ത ഇൻഫർമേഷൻ തെറ്റായ ഇൻഫർമേഷൻ കൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ ജെന്യൂൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ അല്ലേ? അങ്ങനെയല്ലേ പിന്നെ എല്ലാവരും പറയുന്നത് അല്ലേ? പക്ഷെ അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്തു പറഞ്ഞാൽ നമുക്കറിയില്ല ഇതിൽ ആരെ ഭാഗത്താണ് തെറ്റ്, ആരെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമുക്ക് ഇതിന്ന് കണ്ടോടത്തുനിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയുള്ളത് കാണുന്ന നിങ്ങളോട് ചോദിക്കുന്നു, അന്തങ്ങളോടല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതിനനുസരിച്ച് പറയുള്ളൂ. അല്ലാത്തവരാരെങ്കിലും ജെന്യൂനായിട്ട് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജെന്യൂൻ കമൻറ്റ്സ് ആർ മോസ്റ്റ് വെൽക്കം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത്. വിവിയാണോ കുറ്റക്കാരൻ, ആരവാണോ, അതോ സീക്രട്ട് ഏജൻ്റ് ആണോ, അതോ ഷാലു പേയാടാണോ? മിക്കവാറും ഷാലു പേയാടിൻ്റെ അടുത്തൊരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുൻകൂറായിട്ട് റോബിൻ തന്നെ കയറി ഇറങ്ങിക്കുന്നു. റോബിൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും മാറ്റി പറയുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഗതി കൂടി പറഞ്ഞു. വി ഡോണ്ട് നോ എന്താ സ്ഥിതി എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വീഡിയോനെ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞത് വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പക്ഷെ ഇന്ന് ആരവിൻ്റെ സ്റ്റോറിയും കൂടി കണ്ട സമയത്ത് ഐ തോട്ട് ലൈക്ക് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ, ഇപ്പോഴും ഒരു തകരാറ് പോലെ. എവിടേക്കോ സലീം കുമാർ പറഞ്ഞ ഇത് ലിങ്ക് ഓഫ് ദ ലിങ്ക്സ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എവിടെയോ ഒരു ലിങ്ക് ഉണ്ട്. കാരണം ഈ പോസ്റ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പിക്ചർ അബീബി ബാക്കി ഹേ ബാ എന്ന് മമ്മൂക്ക പറഞ്ഞ മാതിരി, മമ്മൂക്ക അല്ല ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്, പക്ഷെ മമ്മൂക്കാൻ്റെ ഡയലോഗാണ് നമുക്ക് ഈ ഒരു വേളയിൽ ആലോചിക്കാൻ അല്ലെങ്കിൽ പറയാൻ താല്പര്യം. പിക്ചർ അബീബി ബാക്കി ഹേ ബായ്.